നമ്മൾ അങ്ങനെ കുറച്ച് വളരെ പ്രശസ്തമായ കുറച്ച് ആശ്രമങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്നും പക്ഷെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ മോശവും വളരെ ഞെട്ടിപ്പിക്കുന്നതും വളരെ വേദനാജനകവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. എൻ്റെ കരിയറിൽ ഇന്നേ വരെ എനിക്ക് അങ്ങനൊരു അപമാനം ഉണ്ടായിട്ടില്ല. ഒരു മഠാധിപതി എന്ന നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മഠാധിപതി എന്ന ജീവിതത്തിലും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും ധനസഹായം ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആർക്കെങ്കിലും പഠനപരമായിട്ടുള്ള സഹായം ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആർക്കെങ്കിലും അന്നദാനം കൊടുക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇത് കൊണ്ട് എന്താണ് പ്രയോജനം? ആശ്രമത്തിൽ കഴിയുന്നവർക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ? അതിനകത്ത് നിൽക്കുന്നവർക്ക് ഫണ്ടിങ്, ബെൻസ് കാറ്, ഇതിന്റെ ആവശ്യമുള്ളൂ. മഠാധിപതിക്കൊന്നും ബെൻസ് കാറിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക. ഹോസ്പിറ്റലേഷൻ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. ഇതാണ് മഠം ഉദ്ദേശിക്കുന്നത്. ചുരിദാർ ധരിക്കാൻ പാടില്ല, ജീൻസ് ധരിക്കാൻ പാടില്ല, സാരി ഉടുക്കാൻ പാടില്ല, മുണ്ട് ധരിക്കാൻ പാടില്ല. എന്താ മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യന് ഏത് സ്ഥലത്തും കയറിച്ചല്ല. ഇതേപോലെയുള്ളവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിച്ചു കളഞ്ഞിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. വല്ല പശുഭാവം എന്തെങ്കിലും തുടങ്ങാനേ പറ്റുള്ളൂ. അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഭീകരവും വേദനിപ്പിക്കുന്നതുമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. അത്തരം ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ദ റിയാലിറ്റി ബൈ ശാരികയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ മട്ടുമ്മൽ ദേവസ്ഥാന മഠാധിപതി ശ്രീ സുജിത് ആശാനാണ്. അദ്ദേഹം ഇതിനു മുമ്പും നമ്മളോട് വന്ന് ചേർന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ജനങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഗസ്റ്റായിട്ട് എപ്പോഴും വിളിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഞാൻ അതിന് കാരണം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ സംസാരിക്കാൻ അഗ്രഗണ്യൻ, ആ ഒരു ഫീൽഡിൽ അഗ്രഗണ്യനെ ആൾക്കാരെ നമുക്ക് ക്ഷണിച്ചേ പറ്റൂ. അതും നമുക്ക് സ്വയം അനുഭവങ്ങൾ ഉണ്ടായ ഒരു കാര്യങ്ങൾ, ഒരുമിച്ച് പോയ കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് റിയാലിറ്റി ബൈ ശാരികയിലൂടെ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സമയവും ഗ്യാപ്പും പഠനവും നടത്തിയതിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരുപാട് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതും അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നതും അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി വരാൻ തയ്യാറായതും. ഇച്ചിരി അപകടം നിറഞ്ഞാണ് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞങ്ങളിത് ചെയ്യുക തന്നെ ചെയ്യും. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ ഷോയിലേക്ക് സ്വാഗതം. അന്നേരം നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മളൊരു പുതിയ ഒരു മഠം രൂപീകരിക്കാനായിട്ട്, അതായത് ട്രസ്റ്റ്, ജനങ്ങൾക്ക് പ്രയോജനം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു 10 പേരെ സംരക്ഷിക്കുക, 10 പേരുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ, ആരുമില്ലാത്ത, നോക്കാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സംരക്ഷിച്ച് അവരെ ഉന്നത പഠനം കൊടുത്ത് അവരൊരു നിലയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിനെ ചൊല്ലി നമ്മൾ മഠങ്ങൾ സന്ദർശിക്കുക. അതായത് ഞാനൊരു മഠം, ഒരു മഠാധിപതി എന്നൊരു സ്ഥാനം അലങ്കരിക്കുന്നതാണെങ്കിൽ പോലും മറ്റു മഠങ്ങൾ, വർഷങ്ങളായിട്ടുള്ള പല മഠങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ പല ദിക്കുകളിലായിട്ടുണ്ട്. അങ്ങനെ ഈ മഠങ്ങളിൽ നമ്മൾ പോയി അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ കാര്യങ്ങൾ, അന്തരീക്ഷങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന മഠം അതിനേലും, അവർ കൊണ്ടു നടക്കുന്നതിനേലും ഒരു പടി മുന്നിൽ നമ്മൾ കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹപ്രകാരമാണ് മഠങ്ങൾ സന്ദർശിച്ചത്. പക്ഷെ അവിടുന്ന് കിട്ടിയത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതല്ല മഠം എന്നുള്ളത് കാണിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹപരമായിട്ടാണ് നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞാനും ഇപ്പോൾ ഇതിൻ്റെ ഒരു ആശാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർ ഇവർ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്, അതിൻ്റെ കാര്യം ഒരു ഷോർട്ടാക്കി നമുക്ക് ഇതിനകത്ത് പറയാം. ഒരുപാട് നീട്ടാൻ പറ്റില്ല. വേറൊന്നുമല്ല, അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടും അത് രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടും ഈ പറയപ്പെടുന്ന ആശ്രമങ്ങൾ സന്ദർശിക്കണം, അതിനെക്കുറിച്ച് പഠനം നടത്തണം ശാരിക എന്ന രീതിയിൽ നമ്മളോട് പറയുകയും അവരോട് മീഡിയ എന്ന നിലയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ചില ആശ്രമങ്ങൾ സന്ദർശിച്ചു. ആ ആശ്രമത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പോൾ അത് വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം
ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെയുള്ള ആശ്രമങ്ങൾ സന്ദർശിച്ചത്. ഞാനും അദ്ദേഹത്തിൻ്റെ ടീമുകളും എൻ്റെ ടീമും ചേർന്നിട്ടാണ് അവിടെ സന്ദർശിച്ചത്. ഞങ്ങൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലല്ല ഞങ്ങൾ അവിടെ പോയത്. ഞങ്ങൾ ഒരു പുതിയ മഠം അല്ലെങ്കിൽ പുതിയ ട്രസ്റ്റ് സ്ഥാപിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, നമ്മൾ ചില പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ വെണ്ണ തോവിയ അല്ലെങ്കിൽ വെണ്ണക്കൽ കൊട്ടാരങ്ങൾക്ക് സമാനമായ തരത്തിൽ ഭയങ്കര പരിശുദ്ധിയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ചില സന്യാസി ആശ്രമങ്ങളും, അതുപോലെ നമ്മുടെ നോർമലായിട്ടുള്ള എന്താ പറയുന്ന വർണ്ണത്തിൻ്റെ പേരേക്ക് പൂർണ്ണമായിട്ട് പറയും ഓറഞ്ച് വർണ്ണങ്ങളിലുള്ള കഷായ വസ്ത്രധാരികളുള്ള ആശ്രമങ്ങളും ഒക്കെ നമ്മുടെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ കുറച്ച് വളരെ പ്രശസ്തമായ കുറച്ച് ആശ്രമങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്നും പക്ഷെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ മോശവും വളരെ ഞെട്ടിപ്പിക്കുന്നതും വളരെ വേദനാജനകവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. എൻ്റെ കരിയറിൽ ഇന്നേ വരെ എനിക്ക് അങ്ങനൊരു അപമാനം ഉണ്ടായിട്ടില്ല. ഒരു മഠാധിപതി എന്ന നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മഠാധിപതി എന്ന ജീവിതത്തിലും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും താങ്കൾ 2 വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും. അതായത് നമ്മുടെ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന ഡ്രസ്സേ ധാരണം പാടുള്ളൂ. ഇപ്പം ഈ മഠം എന്ന് പറയുമ്പോൾ സന്യാസികളും സന്യാസി സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളതാണ്. പക്ഷെ എനിക്കറിയാൻ പറ്റിയത് എൻ്റെ മാത്രം എന്നുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഉണ്ടാക്കുന്ന കാര്യപരമായിട്ടുള്ള മഠങ്ങളെല്ലാം അതിനകത്ത് ശരിക്കും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സ്വകാര്യ സ്വത്തുക്കൾ. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ മഠാധിപൻ്റെ സ്ഥാനത്തിന് താഴത്തേക്കുള്ള ആളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ചോദിച്ച്, നിങ്ങൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും ധനസഹായം ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആർക്കെങ്കിലും പഠനപരമായിട്ടുള്ള സഹായം ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആർക്കെങ്കിലും അന്നദാനം കൊടുക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇത് കൊണ്ട് എന്താണ് പ്രയോജനം? അവിടെ നിൽക്കുന്ന 20 വർഷവും 30 വർഷവും ആയിട്ട് നിൽക്കുന്ന സന്യാസി എന്ന് പറയുന്നത്, അതായത് ഒരു എനർജി ഇല്ല. സന്യാസം എന്ന് പറയുന്ന ആ വെച്ചാരാധന അല്ലെങ്കിൽ ആ മൂർത്തിഭാവമോ ആ ചൈതന്യമോ ഏത് ചൈതന്യം ആയിക്കോട്ടെ അതിൻ്റെതായിട്ടുള്ള പ്രൗഢിയോ ഇതൊന്നുമില്ല. അവരുടെ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ആ മഠപരമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ച് അതിൽ തന്നെ പെറ്റ് പെരുകി ജീവിക്കുന്നതായിട്ടുള്ള എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ മഠത്തിൽ. ചെന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് നമ്മൾ ഒരുമിച്ച് ചെന്നപ്പോൾ ഭക്ഷണമൊക്കെ അവർ നമുക്ക് തന്നു അല്ലേ, വളരെ കൃത്യമായ ഭക്ഷണങ്ങളൊക്കെ തന്നു. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ഈ സെൻട്രൽ ജയിലിൻ്റെയൊക്കെ വാതിക്ക് സംശയത്തോടു കൂടി നോക്കുന്ന കുറച്ച് ആൾക്കാർ, അവരുടെ യൂണിഫോം പോലീസിൻ്റെ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. യൂണിഫോം തൂവെള്ള അല്ലെങ്കിൽ കാഷായം അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞുള്ള ചെടികളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ. ഞാനിപ്പോഴും ചോദിക്കട്ടെ ഷാന, ഈ സന്യാസികൾക്ക് എന്തിനാണ്, ആശ്രമത്തിൽ കഴിയുന്നവർക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ? ഒരാവശ്യമില്ല. അതായത് അവിടെ പൂജ നടത്തുന്നു. അത് ശരിക്കും ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കതിനൊരു സങ്കടത്തിലാണ് പറയുന്നത്. അതായത് ഒരു ഹിന്ദു ആചാരപരമായിട്ട് ഹിന്ദുക്കളെ മൊത്തത്തിൽ നാണം കെടുത്തുന്നതായിട്ടുള്ളതാണ് ശരിക്കും വരുന്നത്. ഒരു മഠമോ ഒരു ക്ഷേത്രമോ വരികയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണം. ഇപ്പം ക്രിസ്ത്യൻ പള്ളിപരമായിട്ട് അവരുടെ മഠങ്ങളുണ്ട്. അതെ. ക്യാൻസർ സെന്റർ, അതേപോലെ പിള്ളേരെ പഠിപ്പിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ഒരു അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കും. ഇത് അവിടുത്തെ ഒരു നാഥൻ എന്ന് പറയുന്ന ആളെ നേരിട്ട് ഫേസ് ചെയ്യാൻ 2 ദിവസം 1.5 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോലും മുഖം തരാത്തത് ഏത് രീതിയിലുള്ള ആചാരങ്ങളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ ഒരു മഠമായാലും ചെറുതായാലും വലുതായാലും അവിടെ ചെല്ലുന്ന ആള് 2 ദിവസമായിട്ട്, അതായത് 1.5 ദിവസമായിട്ട് വെയിറ്റിങ്ങിൽ നിൽക്കുന്ന ഒരാളെ നേരിട്ടൊന്ന് കാണാനുള്ള സാഹചര്യങ്ങൾ, എങ്കിൽ അവിടെയുള്ള ആള് നേരിട്ട് ഫേസ് കൊടുക്കാത്ത മറഞ്ഞു നിൽക്കുന്ന എന്തോ നിഗൂഢപരമായിട്ടുള്ള കാര്യം ഉള്ളത് കൊണ്ടല്ലേ. ഇവിടുന്ന് വന്നിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ മഠാധിപതിയാണെങ്കിലും ശാരീരിക കേബി ആണെങ്കിലും അവിടെ വന്ന് അതിൻ്റെ ചിത്രീകരണങ്ങളും അതിൻ്റെ മഠത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മളൊരു വീഡിയോ ചിത്രീകരിക്കാനായിട്ട് നമ്മളവിടെ ചെന്നതാണ്.
പക്ഷെ ആ ചിത്രീകരിക്കാനായിട്ട് അവർക്ക് നേർക്ക് നിന്ന് നമ്മളുടെ അടുക്കലേക്ക് സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് എനിക്കറിയാൻ പാടില്ല. 1.5 ദിവസം എടുത്തും നമ്മളുടെ മുമ്പിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും അന്ന് കയറിയപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ശരി ഇവിടെ മൊത്തം ഒരു നെഗറ്റീവ് എനർജി ആണല്ലോ, ഒരു ആശ്രമത്തിന്റെ പരിശുദ്ധി ഇവിടെ കിട്ടുന്നില്ലല്ലോ തീർച്ചയായിട്ടും എന്ന് എന്നോടൊരു വാക്ക് താങ്കൾ പറഞ്ഞിരുന്നു. കയറി വന്ന് ആ ഭൂമുഖത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു അപരിചിതത്വം ഫീൽ. നമ്മൾ അങ്ങനെയല്ല സാധാരണ. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ച ആശാനെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഷൂട്ടിനായിട്ടാണ് ചെന്നെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് കരുതി. ശാന്തി ആയാലും സമാധാനമായാലും കിട്ടുന്ന അന്തരീക്ഷങ്ങള് അത് അവർ പറയുന്നതെല്ലാം നിഗൂഢത ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു പഠനപരമായിട്ടാണെങ്കിലും ഒരു മെഡിക്കൽ സെന്റർ ആയിട്ടാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ആയുർവേദിക് എന്ന് പറയുന്നത്, സിദ്ധവൈദ്യ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെതായിട്ടുള്ള ഒറിജിനാലിറ്റി അവിടെ ഇല്ല. എന്തുകൊണ്ട് ഒറിജിനാലിറ്റി ഇല്ലാതെ അവർ ഫേക്ക് ചെയ്ത്? അന്നേരം ഫണ്ടിങ്, അതിനകത്ത് നിൽക്കുന്നവർക്ക് ഫണ്ടിങ്, ബെൻസ് കാറ്, ഇതിന്റെ ആവശ്യമുള്ളൂ. മഠാധിപതിക്കൊന്നും ബെൻസ് കാറിന്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും. എന്നുവെച്ചാൽ ഈ ജനങ്ങളെ വരുന്ന ഒരു ഭക്തന ശരിക്കും ഫേസോട് ഫേസ് കാണാൻ താല്പര്യമില്ലാത്തവർ എന്തിനാ ബെൻസ് കാർ? പല റീലിലും ഭയങ്കര ഘോരം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോരം റീലിടുന്നുണ്ട്. 600-700 ഇടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാണ്. ഒരു മഠാധിപതി എന്ന് പറഞ്ഞാൽ ആ മഠാധിപതിക്ക് ജനങ്ങൾക്ക് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു മഠാധിപതി സ്ഥാനം അലങ്കരിക്കുന്ന വെറുതെ കാഷായത്തിന്റെ പുറത്തും ഇത് ഫണ്ടിങ് സേവ് ചെയ്യലും അതായത് പൂർവികരായിട്ട് ഉണ്ടാക്കി വെച്ചത് ആൾക്കാരില്ല. ഇപ്പൊ സ്വന്തമായിട്ട് കുറച്ച് പേര് കയറി എൻ്റെ മാത്രമെന്നുള്ള ഒരു ഇതിൽ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട് അവര് ഇത്ര വിങ്ങായിട്ട് നടക്കുന്നു? ഇത്ര ഒരാളെ എയിം ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്ന പോലെ പുറകെ നടക്കുക. ഒരാൾ അനങ്ങുന്നുണ്ടോ, നടക്കുന്നു, അന്നേരം അതിനകത്ത് എന്തോ കള്ളത്തരമില്ല. നമ്മൾക്ക് ഈ ഒരു വളരെ മോശമായ അനുഭവം ഉണ്ടായതിനു ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പഠിക്കുകയായിരുന്നു. ഇതെന്തായാലും ഇത് പുറത്ത് കൊണ്ടുവരണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു. ഞാൻ താങ്കളോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കാരണം ജനങ്ങൾ കൊടുത്താണ് അവിടെ ഉള്ളത്. ഇവിടെ പൂർവിക സ്വത്തൊന്നുമല്ല. ഇവരാരും കൊണ്ടുവന്നിട്ടില്ല. അതായത് ജ്ഞാനം കിട്ടിയ വലിയൊരു ഗുരു അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഗുരുക്കന്മാരുണ്ടായിരുന്നിരിക്കാം. സർക്കാർ കൊടുത്തിട്ടില്ല. ഈ മഠത്തിന്റെ മഠാധിപതിയോ മഠാധിപതിയുടെ കുടുംബപരമായിട്ടോ സ്വത്തുക്കളൊന്നും അവിടെ ഇല്ല. അതായത് എല്ലാത്തിനും ഇപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന അദ്ദേഹത്തെ പോലെ തന്നെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനൊപ്പമോ നിൽക്കുന്ന ആൾക്കാർ മുൻനിന്ന് അവർ മാർഗദർശികളായി നിന്നാണ് ഇങ്ങനെയുള്ള മഠങ്ങൾ രൂപീകരിക്കും. ഇപ്പോൾ താങ്കളൊരു മഠം രൂപീകരിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ പിൻതലമുറക്കാര് താങ്കളെ സ്മരിക്കണം. താങ്കൾ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ വേണം പിന്തുടരാൻ. തീർച്ചയായിട്ടും താങ്കളാണ് അതിന്റെ സൃഷ്ടാവെങ്കിൽ ആ നിയമങ്ങൾ അവിടെ പിന്തുടരുന്നില്ല എന്ന് അവിടെയുള്ള സന്യാസിവര്യന്മാർ തന്നെ പുറത്തിറങ്ങി പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇവർക്കെതിരെ. ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 10 പേർക്ക് പ്രയോജനം ഉണ്ടാകാണ്ട് ധനം എവിടെ ചെലവാക്കണമെന്ന് അറിയാൻ പാടില്ലാതെ കൊണ്ടുപോയി കുമിഞ്ഞുകൂടി കൊണ്ടുപോയി കൊടുത്ത് ഇവരെയൊക്കെ ആ രീതിയിലാക്കിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് എവിടെയാണെന്ന് തിരഞ്ഞെടുക്കണം. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ചേർത്തല നമ്മൾ ഒരു മഠത്തിന് വരുന്നതിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്തല ഹോസ്പിറ്റലിന് ഫ്രീ ആയിട്ട്, അതായത് ഫ്രീ എന്ന് പറഞ്ഞാൽ ചേർത്തല ഹോസ്പിറ്റലല്ല, നമ്മുടെ ആ മഠത്തിന്റെ ഡ്രൈവർ, മഠത്തിന്റെ വണ്ടി, മഠത്തിന് വേണ്ടി അതിന് വരുന്ന ഫ്യൂവല് കാര്യങ്ങൾ എല്ലാം മഠത്തിന്റെ ചെലവിൽ ഫ്രീ ആയിട്ട് രോഗികൾക്ക് ഫ്രീ സർവീസ് ആയിട്ട് കൊടുക്കാൻ ആംബുലൻസ്. അത് വലിയൊരു കാര്യമാണത്. 10 അമ്മമാർക്ക് വീട് നോക്കിയാലാത്ത, മക്കൾ നോക്കിയാലാത്ത 10 അമ്മമാരെ ജീവിത അവസാനം വരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷണം. 10 പിള്ളേർക്ക് ഉന്നത പഠനം, അത് ആരുമില്ലാത്ത, അവർക്ക് രക്ഷകർത്താവോ അവരുടെ കുടുംബങ്ങളോ നോക്കാത്ത കുട്ടികളെ എടുത്ത് അവരെ വളർത്തി ഉന്നത പഠനം പഠിപ്പിച്ച് ഏറ്റവും കുറഞ്ഞത് ചുമല പോലുള്ള ലെറ്റർ ഇതിലുള്ള ജോലികൾ മേടിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹക്കാരനായ. അതായത് ജനങ്ങൾ മനസ്സിലാക്കണം ഒരു മഠ എന്താണെന്നുള്ളതും, പിന്നെ തീരെ താഴ്ന്നവർക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക, ഹോസ്പിറ്റലേഷൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. ഇതാണ് മഠം ഉദ്ദേശിക്കുന്നത്. ഈ മഠത്തിന് ഒരാൾ സങ്കടപ്പെട്ട് വന്നാൽ അവന് വന്ന വിഷയങ്ങൾ തീർത്ത് അവൻ സന്തോഷപരമായിട്ട് പോവുക.
ഇത് ചുരിദാർ ധരിക്കാൻ പാടില്ല, ജീൻസ് ധരിക്കാൻ പാടില്ല, സാരി ഉടുക്കാൻ പാടില്ല, മുണ്ട് ധരിക്കാൻ പാടില്ല. എന്താ മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യന് ഏത് സ്ഥലത്തും കയറിച്ചല്ല. തീർച്ചയായിട്ടും. കാരണം അവിടെ നമ്മുടെ ഇപ്പോൾ ക്യാമറാമാൻമാരായാലും നമ്മുടെ പിള്ളേരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാലം അവരുടെ എല്ലായിടയിലും ഫോണുണ്ട്. അതായത് ഏത് മൂലയിൽ നോക്കിയാലും ചാൻറ്റിങ്ങിന് പകരം ചാൻറ്റിങ് ആണ്. അതായത് നമ്മൾ മന്ത്രോച്ചാരണം എടുക്കേണ്ട സ്ഥലത്ത്, ഞാനത് അത്ര ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല, നമ്മൾ ഈ ആശ്രമമൊക്കെ ഒന്ന് കണ്ടു നോക്കാമെന്ന് വെച്ചാൽ ആശ്രമങ്ങൾ കണ്ടു നോക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ പ്രമുഖമായ ആശ്രമങ്ങളിൽ നമ്മുടെ ടീമുകൾ നമ്മളെ അറിയിച്ച്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട്, ഇപ്പം ഞാനും ആശാനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ട കാഴ്ചകൾ ആശാനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗാർഡൻ്റെ മൂലയിലായാലും പ്രാർത്ഥിക്കുന്ന മഠത്തിൻ്റെ തിണ്ണകളിലായാലും ചാൻറ്റിങ്ങിന് പകരം, അതായത് മന്ത്രോച്ചാരണത്തിന് പകരം ഫോണാണ്. അതായത് അതിനകത്ത് നിഗൂഢതകളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അവർക്ക് ചുരിദാർ നിഷേധിക്കാം, പാൻറ് നിഷേധിക്കാം, എന്തുകൊണ്ട് മൊബൈൽ ഫോൺ പ്രോഹിബിറ്റഡ് ആക്കുന്നില്ല? പുറത്തുനിന്ന് തന്നെ അവരെ ഒഴിവാക്കുന്നുണ്ടല്ലോ. അതെ. അന്നേരം അവർക്ക് അവിടെ വരുന്നതായിട്ടുള്ള ആൾക്കാരാ ശരിക്കും അത് അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യരുത്, അതായത് അവിടുത്തെ പുറം ലോകം അറിയരുത് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അവിടുത്തെ വേണ്ട എല്ലാ രേഖകളും, എല്ലാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും നമുക്ക് ആ 1.5 ദിവസം കിട്ടുള്ളതുകൊണ്ട് അവരുടെ പകുതി പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏക്കർ കണക്കിന്. അതായത് നമ്മളിവിടെ ഒരു 50 സെന്റ് സ്ഥലം മേടിച്ച് ഒരു മഠം തുടങ്ങാനായിട്ട് നമ്മൾ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും, ഇത് നല്ല മഠമാണെങ്കിൽ പുള്ളീനെ കൊണ്ട് കറക്കല്ലടിക്കാനുള്ള ഒരു ഉദ്ദേശം കൂടെ തീർച്ചയായിട്ടും നമുക്കുണ്ടായിരുന്നല്ലോ. അത് ചർച്ച ചെയ്തിട്ടുള്ള നമ്മളെ പോയത്. അതിനെക്കുറിച്ച് പുള്ളീനെ കൊണ്ട് ചെയ്യിക്കാം. പക്ഷെ ഈ ചായ മാത്രമേ ഉള്ളൂ. അതെ, ഈ വെളുപ്പും ഈ ധവളി ഈ വർണ്ണ ശബളതയൊക്കെ ഉള്ളൂ. അത് മനസ്സ് കറുപ്പാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ആ നിമിഷത്തിലാണ് നമ്മൾ ഞെട്ടിയത്. കാരണം ഇങ്ങനെയുള്ള ആശ്രമങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും പലതരത്തിലുള്ള കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാം നേരിട്ട് കാണും. ഒരു മീഡിയ എന്ന നിലയിൽ നമ്മൾ നേരിട്ട് കാണും. ഇത് റിയാലിറ്റി എന്ന ഷോയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിയാലിറ്റി എന്ന ഷോയോടൊപ്പം എന്നെ അദ്ദേഹം അനുഗമിക്കാനുള്ള കാരണം പോലും മഠം, ഒരു ട്രസ്റ്റ്, അതിന് നേരിട്ട് ക്ഷണിക്കാനും ഒരു തറക്കല്ലിടാനൊരു ഉറപ്പായിട്ടും ഒരു സന്യാസിയാണ് ഇത് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാണണമെന്ന് തോന്നി. അങ്ങനെയാണ് ആശ്രമങ്ങൾ, ഏറ്റവും പ്രമുഖമായ ആശ്രമങ്ങൾ സന്ദർശിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്. ആശ്രമങ്ങൾ, അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും മോശകരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായത്. അതിനുശേഷം സംഭവിച്ചതൊക്കെ അവരുടെ നാടകമായിട്ടേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അനുഭവിച്ച 1.5 ദിവസം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അവിടെ ചെല്ലാനെടുത്ത ആ ഒരു യാത്രയുടെ കഷ്ടപ്പാട്, അവിടെ താമസിക്കുകയും നമുക്കുണ്ടായിട്ടുള്ള, അതായത് അദ്ദേഹത്തെ പോലൊരു മഠാധിപതി എത്തുമെന്ന് അറിഞ്ഞിട്ടും അത് നേരിട്ട് മുഖം കാണിക്കാൻ 1.5 ദിവസം, അതായത് 10 മണിക്കൂറോളം അദ്ദേഹം എടുത്തു അത് മുഖം കാണിക്കാനായിട്ട്. കാണിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുക എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ നമ്മൾ ഇറങ്ങിപ്പോരുക. ഒരിക്കലും ഒരു ആശ്രമം എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ മകുട ഉദാഹരണമായിരിക്കണം, അല്ലേ ഏശനെ? തീർച്ചയായിട്ടും. അതായത് അതവിടെ അങ്ങ് കണ്ടിരുന്നോ? അതായത് അങ്ങനെ ഒരു അന്തരീക്ഷമായിട്ടല്ല കണ്ടിരുന്നത്. അതായത് ഒരു മറക്കുക. യെസ്. അതായത് അവരുടെ കുറച്ച് ആൾക്കാർ നമ്മളെ മറച്ചു കൊണ്ടുപോയി വഴിതെറ്റിക്കുക എന്ന് പറയും. അതായത് നമ്മുടെ കൂടെ, നമ്മുടെ ഈ പ്രേതബാധയിൽ പറയുന്ന പോലെ ചാഴി ചുറ്റിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് നടന്ന് വഴിതെറ്റിച്ചു വിടുക. അവരുടെ നിഗൂഢപരമായിട്ടുള്ള സ്ഥലത്തേക്ക് അവിടെ കൊണ്ടുപോകാതിരിക്കുക. ലാസ്റ്റ് ഏറ്റവും അവസാനം പുള്ളി കാലുപിടി നമ്മളിലേക്ക് തന്നെ വരേണ്ട അവസ്ഥ നമ്മൾ ഉണ്ടാക്കി. താങ്കൾക്ക് തോന്നിയോ? അത് കപടത മറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കപടത മറക്കാൻ ഇനിയും സിറ്റുവേഷൻ നമ്മൾ അതിന് താല്പര്യമില്ല എന്നുള്ളത് ബോധിപ്പിച്ചത്. ഇനിയും പല മഠങ്ങളുണ്ട്. അതെ. മഠാധിപതിക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ ക്ഷണിക്കുക. തീർച്ചയായിട്ടും. വേറെ ഒത്തിരി മഠങ്ങളുണ്ട്. അവരുടെ മഠാധിപതിയായിട്ട് കൂടിയാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ ക്ഷണിക്കുക. എന്താ കാര്യം വെച്ചാൽ അവർ ജനുവിനാണ്, സത്യമാണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടുള്ളവർ നമ്മൾ ക്ഷണിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ചെന്നിരിക്കും. തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ളത് തീരുമാനം എടുത്തിരിക്കുന്നത്. ജനങ്ങൾ അറിയണം ഒരു വലിയ മതിൽക്കെട്ടിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അത് ഏത് മതസ്ഥരായാലും തെറ്റ് കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. അത് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് തെറ്റ് ശരിയും തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ വലിയ വലിയ ആശ്രമങ്ങളും വെച്ച് വലിയ അതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമ്മളിത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഒരു മഠാധിപൻ ഒരു മഠത്തിനെ കുറിച്ച് കുറ്റം പറയാനായിട്ട് തോന്നും. കുറ്റമല്ല, ഇവർ ചെയ്യുന്ന തെറ്റുകൾ നല്ലവരെ കൂടെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് തിരിച്ചറിയണം. നല്ലതേതെന്ന് തിരിച്ചറിയണം. നല്ലത് മാത്രമേ വാഴാവൂ, നല്ലത് മാത്രമേ ചെയ്യാവൂ. അതാണ് വേണ്ടത്. ഈ മഠങ്ങളെ എതിർക്കുന്ന പല സന്യാസിമാരും
അപ്രത്യക്ഷരായ അവസ്ഥയാണ്. അതായത് അവർ പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല അവരെ. അതായത് 10, 15, 20 വർഷം കഴിഞ്ഞ് ദീക്ഷ സ്വീകരിച്ചവർ, ആണും പെണ്ണും നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ എതിർത്ത് പുറത്തു വന്നവരൊന്നും ഇന്നില്ല. അവരെവിടാണെന്ന് ആർക്കും അറിയില്ല. ഈ മഠങ്ങളിൽ നിന്ന് മാറി പുറത്ത് ഈ പറഞ്ഞ പോലെ സത്യാഗ്രഹവും നടത്തും, സമാധാനപരമായിട്ട് പത്രസമ്മേളനം നടത്തുന്നവരെയൊന്നും ഇവർ വെച്ചേക്കത്തില്ല. എത്ര മഠങ്ങളാണെന്ന് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നില്ല, പക്ഷെ ഒരുപാട് മഠങ്ങൾ അങ്ങനെയുണ്ട്. പ്രബലരായിട്ടുള്ള ആശ്രമ ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആശ്രമ മഠാധിപതിയും അദ്ദേഹത്തിന്റെ ശിഷ്യതകളുമാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് തീർച്ചയായിട്ടും ചില തെളിവുകൾ ഞങ്ങൾ ഉറപ്പായിട്ടും പുറത്തു വിടും. നമ്മുടെ കയ്യിലുണ്ട്, തെളിവുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളിത് ആരെയും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയും ഇതല്ല, പക്ഷെ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു. അതായത് ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ സാധാരണക്കാരുടെ കാലടികൾ പതിയേണ്ട ആശ്രമങ്ങളിൽ അവർക്കത് പ്രാപ്യമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിഗ് ബോസ് താരമായിട്ടോ താരമായിട്ടോ കൂട്ടണ്ട, ഒരു ആങ്കർ, ഒരു 10 പേര് അറിയുന്ന ഒരു ആങ്കർ, ഇദ്ദേഹം ഒരു മഠാധിപതി, ഇത്രയും ഞങ്ങൾ വലിയ ടീമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്കത് പ്രാപ്യമാകുന്നില്ലെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നാണ് ഞങ്ങളുടെ ആലോചന. അതെ, അതാണ് അദ്ദേഹവും ഞാനും, ഈ പറയപ്പെടുന്ന സുജിത്താശാനും ഈ മഠാധിപതിയും ഞാനും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോട് പറയുകയാണ്. ആയിരക്കണക്കിന് മഠങ്ങൾ ഉള്ള ഒരു നാടാണ് കേരളം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് ക്ഷണിക്കാം. നിങ്ങൾ ഇവിടെ തുറന്നു കിടക്കുകയാണ്, സുതാര്യമാണ്, നിങ്ങൾക്ക് വന്ന് പഠിക്കാം, പഠനം നടത്താം എന്ന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം, DM ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അതാണ് വേണ്ടത്, അതാണ് ശരി. എല്ലാ മഠങ്ങളും പല മഠങ്ങളും ശരിയായ രീതിയിലാണ് നടക്കുന്നത് എങ്കിൽ നടത്തുന്നത് എങ്കിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുമിച്ച് നമ്മൾ പോയിരിക്കുന്നതാണ്. മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. അത് പല രീതിയിലുള്ള മഠങ്ങളുമുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മറ്റ് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം. ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനം, അതിൻ്റെ ഫണ്ടിങ് ഉണ്ട് അതിനകത്ത്, അതെല്ലാവർക്കും അറിയാം. ഈ ഫണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ജോലി, സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇടിയാൽ ഒരുപാട് പേർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊക്കെ ചെയ്യാതെ എൻ്റെ മാത്രം അവിടെ ജനിക്കുന്ന ഒരു കുട്ടി വലുതായി അവിടെ തന്നെയുള്ള ഒരു കുട്ടീനെ വിവാഹം കഴിച്ച് അവിടെ തന്നെ മരിക്കുന്നു. ഇത് പുറം ലോകമായിട്ട് യാതൊരു സമ്പത്തുണ്ടല്ലോ ആശാനെ, തിന്നു കുടിച്ച് മൃഷ്ടാനമായിട്ട് ജീവിക്കാമല്ലോ, പിന്നെന്താ? അത് എന്ത്, അത് ജനങ്ങളുടെ കാശാണെന്ന് ഓർക്കണം. പുറം ലോകം, അതായത് അനാഥരെന്ന് പറയുന്നവരാ. അവരനാഥരെന്ന് പറയുന്നത് എങ്ങനെ അനാഥരാകുന്നവര്? അനാഥരാരാണ്? ആരുമില്ലാത്തവരെ വഴിയിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നത് അവരാണ് അനാഥര്. അവരുടെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബക്കാരും അവർക്ക് പ്രിയമുള്ളവർ. ഇപ്പോൾ പല ജില്ലകളിലും പല മഠങ്ങളുണ്ട്. ഒരേ മഠത്തിൻ്റെ ബേസിൽ പല മഠങ്ങളിൽ ഇവിടുത്തെ ഒരു ചെറുക്കിനെ അവിടുത്തെ ഒരു പെൺകൊച്ചിനെ കൊണ്ട് വിവാഹം കഴിക്കുന്നു. ഈ സന്യാസം എന്ന് പറയുമ്പോൾ വിവാഹം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോകണം. തീർച്ചയായിട്ടും അത് എനിക്കൊരു സംശയമുണ്ട്. താങ്കളോട് സന്യാസം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ശരിക്കും സീരിയസ്ലി ഞാൻ എല്ലാ ജാതിക്കാരെയും പറയുവാണ്, എല്ലാ മതക്കാരെയും പറഞ്ഞു. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, സന്യാസം എന്നുള്ളൊരു പേര്, ഞാനൊരു സംശയം ചോദിക്കട്ടെ താങ്കളോട്. ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബുദ്ധലാമകള് അവരൊന്നും വിവാഹം കഴിക്കുന്നില്ല. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് എനിക്കൊരു സംശയമുള്ളത്, എന്തിന് ഈ സന്യാസികൾ വിവാഹം കഴിക്കുന്നു? നമ്മുടെ രാജ്യത്ത് 137, 140 കോടി ജനങ്ങളുണ്ട്. ഇനി സന്യാസിമാരും കൂടെ വിവാഹം കഴിച്ചിട്ട് എന്തിനാണ് കുടുംബം ഉണ്ടാക്കി? എന്താണ് ഈ സന്യാസത്തിന്റെ അർത്ഥവശം? ശരിക്കും സന്യാസം എന്ന് പറയുമ്പോ ഭഗവാനിലേക്ക് ശരിക്കും ചേർന്ന് നിൽക്കുക എന്നാണ് പറയുന്നത്. ആണല്ലോ. അതിനകത്ത് വിവാഹം പറഞ്ഞിട്ടില്ല. അതായത് ലൗകികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ബാധ്യതകളൊന്നും ഇല്ലാതെ ഭഗവാനിലേക്ക്, അതായത് ജനങ്ങളിലേക്ക് എല്ലാവരും സമമായിട്ട് കാണുക, അതിലേക്ക് പോകുമ്പോഴാണ് സന്യാസത്തിനകത്ത് പവർ വരുന്നത്. അല്ലാതെ വിവാഹം, ബെൻസ്, കാറ്, പിന്നെ കാവ്യ വേഷം, അത് സന്യാസം ഒന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത്. അത് ശരിക്കും കപടത തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയിടൽ, അങ്ങനെയല്ലേ തോന്നിയിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ സാധാരണ ഞാനൊക്കെ കണ്ടിരിക്കുന്നത് ഈ സന്യാസിമാർ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, വളരെ സൗമ്യമായി സംസാരിക്കുക, ഏറ്റവും വിനയത്തിന്റെ നാട് നടക്കുക, എപ്പോഴും ജപമായിട്ട് നടക്കുക. ഏറ്റവും വലിയ സന്യാസിയാണ് ഭഗവാൻ പരമശിവൻ. അതായത് അദ്ദേഹത്തിന് വേറൊരു ഇതുണ്ട്, അദ്ദേഹം അതിനകത്ത് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അത് തെറ്റായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു കുടുംബത്തിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അവരുടെ മകനെ 20 വർഷം 30 വർഷമായിട്ട് അവരവിടെ തന്നെ മഠാധിപതി സ്ഥാനത്തിന് നിർത്തുന്നു. അന്നേരം നമ്മൾ പുറത്തുനിന്നൊരു ആൾ ചെല്ലുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഓർക്കും, അവർ ദത്ത് വളർത്തണതാണ്, ആരും ഇല്ലാത്തതാണ്.
ഇതൊന്നുമില്ല. അവരുടെ കുടുംബം അപ്പുറത്ത്. അതാണ് എന്നെ ഞെട്ടിച്ചത്. അതായത് ഹൈടെക് ബിൽഡിങ്ങിനകത്ത് അവർ താമസിക്കുകയാണ് ഫാമിലി ആയിട്ട്. അതായത് ഈ പറയപ്പെടുന്ന ബ്രഹ്മചാരി എന്ന പേര് നടക്കുന്ന അദ്ദേഹത്തിന്റെ എന്ത് ബ്രഹ്മചാരി, എന്ത് ബ്രഹ്മം, അതെ എന്ത് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അറിയാൻ പാടില്ലാത്ത ഇതേപോലെയുള്ളവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. വല്ല പശുഭാവം എന്തെങ്കിലും തുടങ്ങാനേ പറ്റുള്ളൂ അതിനകത്ത്. അതായത് ഒരു സന്യാസി മഠത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഇല്ല. ഇത് ശരിക്കും നാമം ജപിക്കാൻ പോലും ശരിക്കും അറിയാൻ പാടില്ലാത്തത്. വയ്യ നാമൊന്നും ജപിക്കാൻ. അതായത് അവര് മോട്ടിവേഷൻ ചെയ്യണ്. ഇന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, ഇന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, ഇത് ഇന്നതാണെന്ന്. ഇത് സന്യാസത്തിന് ഇതൊന്നും വേണ്ട, ആഡംബരങ്ങളൊന്നുമില്ല. അവിടെ സമാധാനമാണ്. ഏത് ദുഃഖത്തിലുള്ളവരോ എത്ര കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും ഒരു സന്യാസി മഠത്തിലേക്ക് ചെന്നാൽ അവന് സമാധാനം കിട്ടിയിരിക്കും. അതെ, അതാണ് പഴയ കാമ ആചാരം എന്ന് പറയുന്നത് ശരിക്കും. അതായത് കൂട്ടുകുടുംബം പോലെ തന്നെയാണ്. അവിടെ മതമോ ജാതിയോ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ വിഷമായ മഠം അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശാന്തമാണ്, സമാധാനമാണ്. അവിടെ കാവ്യൊന്നുമില്ല. കാവ്യയുടെ ആവശ്യമില്ല നമുക്ക്. ജനങ്ങളെ കാണിക്കാനായിട്ട് കാവ്യയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടെ സമാധാനം, വരുന്നവരുടെ പ്രശ്നപരിഹാരം, വലിയവനോ ചെറിയവനോ ഒന്നുമില്ല, എല്ലാവർക്കും ഒരു കസേര തന്നെ. അതെ, അതങ്ങനെ വേണം കൊണ്ടുപോകാൻ. അന്നേരം എന്നെ കൂടെ ഒരാൾ ശ്രമിച്ച ഇതൊന്നും നടക്കണം. ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഇതിനെ തെറ്റെങ്കിൽ തെറ്റെന്ന് പറയുക, ശരിയെന്നുള്ളത് തിരിച്ചറിയുക. അതിനുവേണ്ടി നിങ്ങൾ സംസാരിക്കണം. അല്ലാതെ ഇതിന് ട്രോളിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത. ഇതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും പ്രയോജനമില്ല. പ്രയോജനം ഉണ്ടാകണം. ഒരു മഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകണം. അതെ, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരാം. അതിനുള്ള ഒരു മഠം വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആരെയും ദ്രോഹിക്കാനോ മഠങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മഠങ്ങളെ ഉപദ്രവിക്കാനോ അവരുടെ പേര് കളയാനോ അല്ല. ഞങ്ങൾക്കുണ്ടായ റിയാലിറ്റി ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾ ഇത്രയും നേരം നിങ്ങളോട് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ജനങ്ങൾ ഓർക്കും ഇവർ അറ്റവും പാലും ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നു. അതല്ല, നമുക്കുണ്ടായ ഒരു അനുഭവം ഒരു ചെറുതായിട്ട് ക്രോഡീകരിച്ച് നമുക്ക് പറയുന്ന ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കി പത്രം ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളിത് പുറത്തു വിടും, അതിലൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിതിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചർച്ച. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടായ അനുഭവം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന എനിക്കും ഒരു മഠാധിപതി എന്ന അദ്ദേഹത്തിനും ജനങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ റിയാലിറ്റിയിൽ അദ്ദേഹം വരുന്നത്. കാരണം ഞങ്ങളുടെ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഗസ്റ്റായിട്ട് വന്ന അദ്ദേഹമാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു വാർത്തയുമായിട്ട് ഇവിടെ വന്നൊരു ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് ഞാനോ അദ്ദേഹമോ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാനിതൊരു റിലീജിയസ് ആയിട്ടുള്ള ചാനലല്ല, എല്ലാം സംസാരിക്കും. പക്ഷേ ഇത് സംസാരിക്കണം, ഇത് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതൊരു ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ തൂവെള്ള നിറങ്ങൾ അണിഞ്ഞതുകൊണ്ട് മാത്രം നമ്മളെല്ലാവരും സദ്ഗുണവാന്മാരാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും മകുടോദാഹരണങ്ങൾ പലയിടത്തുമുണ്ട്. അപ്പം അങ്ങനെ പല ആശ്രമങ്ങളിലും അവർ വിരാജിക്കുന്നു പൈസയുടെ പുറത്ത്. അത് പൊളിച്ചെഴുതപ്പെടേണ്ടതാണ്. അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. അതിന് ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും. നന്ദി.